പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ക്രിമിനൽ തന്നെയാണ്. അയാളുടെ ഇപ്പോഴത്തെ ആ കൺഫെഷണൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അത് കോടതിയോടല്ല, അത് ഒരു സ്റ്റിങ് ഓപ്പറേറ്റർ എടുത്താണ് പറഞ്ഞത്. അതുകൊണ്ട് ഇയാൾക്ക് വലിയ ദൂഷ്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പുള്ളിക്കറിയാം. അയാൾക്ക് ഇനി 80 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അത് കിട്ടാനുള്ള മാർഗമേ നോക്കുള്ളൂ എന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ പൾസർ സുനി ഇപ്പം പറഞ്ഞ വിവരങ്ങൾ കോടതി പറഞ്ഞിരുന്നത് നന്നായിരുന്നു. കാരണം ഇപ്പം ട്രയൽ തീർന്നു, അയാളെ സാക്ഷി പ്രതികളുടെ മൊഴി വരെ കോടതി രേഖപ്പെടുത്തി. ആ സമയത്ത് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് ഗുണമുണ്ടായിരുന്നു, അയാൾക്ക് മാപ്പ് സാക്ഷിയുമാകാമായിരുന്നു. കാരണം ടെൻഡർ ഓഫ് പാർഡന് കോടതി കൊടുക്കും 306 IPC പ്രകാരം. അതിൽ 315 പ്രകാരം ഒരു കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് ആണ്. CRPC ആണ് ഞാൻ പറയുന്നത്. 315 പ്രകാരം പ്രതി ഒരു കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് ആണ്. അതുപോലെ ടെൻഡർ ഓഫ് പാർഡന് 306 പ്രകാരം അയാൾക്ക് അപേക്ഷിക്കാം. എവിഡൻസ് ആക്ട് 131 പ്രകാരം മാപ്പ് സാക്ഷിയാകാം. അപ്പോൾ മാപ്പ് സാക്ഷി ആയാൽ അയാൾക്ക് തീർച്ചയായിട്ടും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം കോടതി സാധാരണഗതിയിൽ മാപ്പ് സാക്ഷിയായി ഇതിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ കോടതി പറഞ്ഞാൽ, ഗൂഢാലോചനയുടെ കാര്യം, കൊട്ടേഷൻ എടുത്ത കാര്യം, ആരെയൊക്കെ ചേർത്താണ് ഈ ഈ ക്രൈം നടത്തിയത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് കോടതി പറഞ്ഞാൽ കോടതി മാപ്പ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അത് ഈ കേസിൽ പൾസർ സുനി ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൾസർ സുനിക്ക് തീർച്ചയായിട്ടും ജീവപര്യന്ത തടവിലേക്ക് പോകും. കാരണം 10, 7, 8, 9 വർഷത്തോളം തടവ് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് റിമാൻഡ് പീരീഡിൽ. അത് തടവായിട്ട് കണക്കാക്കുകയും ചെയ്യും. പക്ഷേ ലൈഫ് ഇംപ്രിസ്മെൻറ്റ് എങ്ങനെയായാലും 20 വർഷം 25 വർഷമൊക്കെ പോകാം. 14 വർഷം കഴിഞ്ഞാൽ തടവ് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലിജിബിലിറ്റി ഉണ്ട്. അങ്ങനെ കോടതിയിൽ നിന്ന് ശിക്ഷിച്ചെങ്കിലും റിലീസ് ചെയ്യാം. അതിന് 14 വർഷം കഴിഞ്ഞാൽ നല്ല നടപ്പ് ജാമ്യത്തിന് വേണമെങ്കിൽ വിടാം. ഇപ്പോഴത്തെ പ്രതിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ദിലീപിൻ്റെ വക്കീൽ, അവർ ഈ കേസിനകത്ത് ഇനിയും ചില അന്വേഷണങ്ങൾ നടത്താനുണ്ട്. അതുകൊണ്ട് ഒരു CBI ആണ് അന്വേഷിക്കേണ്ടത് എന്നൊരു വാദഗതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴല്ല പറയേണ്ടത്, അത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ അത് എവിടെയെങ്കിലും നേരത്തെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞൊരു പ്രയർ ഇവരിടണമായിരുന്നു. അത് ഇട്ടിട്ടില്ല. അത് എവിഡൻസ് ക്ലോസ് ചെയ്ത് അതിനുശേഷം ആർഗ്യുമെൻറ്റ് കഴിഞ്ഞ് കോടതി വിധി പറയാനായിട്ട് ഈ 14-ാം തീയതി കഴിഞ്ഞാൽ വിധി പറയും. 14-ാം തീയതി വരെ അവർക്ക് സമയം, ആദ്യം പ്രതിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ഇനി അത് വലിച്ചു കിട്ടാൻ കഴിയില്ല. വെക്കേഷൻ കോടതി അടയ്ക്കുന്നതിന് മുമ്പ് 14-ാം തീയതിക്ക് മുമ്പ് എല്ലാ വാദഗതികളും തീർത്തോണം. അതിനുശേഷം വിധി പറയും എന്നാണ് കോടതി പറഞ്ഞത്. അതൊരു കണക്കിന് തീർച്ചയായിട്ടും വർഷങ്ങളായി. 2017 ഈ സംഭവം നടന്നത്, ഫെബ്രുവരിയിൽ. അതിനുശേഷം 2018 അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ചാർജ് കൊടുത്തു. പിന്നെ ചാർജ് അമെൻഡ് ചെയ്ത് വീണ്ടും കുറേ എവിഡൻസ് വന്നപ്പോൾ രണ്ടാമതൊരു ചാർജ് ഷീറ്റോടെ കൊടുത്തു. കാരണം കേരളത്തിലെ ഇതിനോടനുബന്ധിച്ച് പല പല സംഭവവികാസങ്ങളും ഉണ്ടായി നമുക്കറിയാം. അമ്മയുടെ പ്രവർത്തനത്തെ വിമർശിച്ചു, WCC രംഗത്ത് വന്നു. വളരെയധികം ആൾക്കാർ തങ്ങളെ പലരും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. വളരെ വിവാദമായ ഒരു അന്തരീക്ഷമായിരുന്നു സിനിമാ മേഖലയിൽ. പക്ഷേ ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ചാണ് അതെല്ലാം ഉണ്ടായെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ നടിയെ പീഡിപ്പിച്ചതോടുകൂടിയാണ് ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും സിനിമാ രംഗത്തുണ്ടായത്. എന്തായാലും 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ അടുത്തുണ്ടായ ഈ സംഭവം അത് വലിയൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. മലയാള സിനിമയിൽ അത് വളരെ ചർച്ചാ വിഷയമായി. ഇന്ത്യൻ സിനിമ മുഴുവൻ അത് ഫോളോ അപ്പ് ചെയ്തു. കാരണം ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. റേപ്പിന് കൊട്ടേഷൻ, ഒരാളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ വീട് കത്തിക്കാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരാൾ പണം തട്ടിക്കൊണ്ട് പോകാൻ കൊട്ടേഷൻ കൊടുത്തു. പക്ഷേ ഒരാളെ റേപ്പ് ചെയ്യാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തായിട്ട് കാണുന്നില്ല. ഇതിനകത്ത് 376 റേപ്പിൻ്റെ പരിധി തന്നെ വരും. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇംപ്രഷനിലേക്ക് ഈ പ്രതികൾ എല്ലാവരും പോകും. അത് കൃത്യമായിട്ട് പൾസർ സുനി മാത്രമല്ല, അയാളുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന മറ്റു പ്രതികളും ഇവിടെ എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രഷന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ദിലീപിനും ലൈഫ് ഇംപ്രഷനിലേക്കാണ് ഇതിൻ്റെ എവിഡൻസുകൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അടുത്ത 11-നകം എവിഡൻസുകൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത്, ആർഗ്യുമെൻറ്റ് ക്ലോസ് ചെയ്ത് കോടതി വിധി അതിനുശേഷം പറയും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ആ സ്റ്റിങ്ങർ ഓപ്പറേഷൻ കൊണ്ട് ദിലീപിനോ അല്ലെന്നുണ്ടെങ്കിൽ
ഈ പ്രതിക്ക് പൾസസുനിക്കോ മറ്റാർക്കും യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അത് നേരത്തെ ആയിരുന്നെങ്കിൽ കോടതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെയധികം ഈ കേസിന് സഹായകമായേനെ. അതിലേക്കൊന്നും ഇനി കോടതി സഞ്ചരിക്കില്ല. ഇനി CBI ഒരു കേസ് ചെയ്ത് പോരാ, CBI ഉണ്ടെങ്കിൽ അത് പ്രതികൾക്ക് ആർക്ക് വേണമെങ്കിലും പോകാം, അപേക്ഷിക്കാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്നത് കോടതി വിധി തന്നെയാണ്. അതിനകത്ത് പ്രതികൾക്കെല്ലാം ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.